ഹലോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴ ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഹലോ ഗേസ്, അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ ആവശ്യമായ അനുബന്ധ സാധനങ്ങൾ എടുക്കാം. ആദ്യമായി നമ്മൾ തേങ്ങ എടുത്തു. തേങ്ങ പൊട്ടിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ചിരണ്ടി എടുക്കാം. ഇതാ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് ആവശ്യത്തിനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം നമുക്ക് ആവശ്യമില്ല. ഇനി വേണ്ടത് ചക്കപ്പഴമാണ്. 3-4 ചക്കച്ചോളം മതിയാവും. അത് വളരെ ചെറുതായി കുനി കിരുകുരേന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അത് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പുട്ടുപൊടിയാണ്. ഏവീസിൻ്റെ ചെമ്പാ പുട്ടുപൊടിയാണ്. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് അത് നനച്ച് കൊടുക്കുക. ഒരുപാട് നനഞ്ഞു പോകരുത്, കുഴഞ്ഞു പോകും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. ഇനി നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് കിടക്കുകയാണ് പുട്ട് നിർമ്മാണം. അപ്പോൾ ചിരട്ട എടുത്തിരിക്കുകയാണ്. ഒരുപാട് വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയൊരു ചിരട്ടയാണ്. അതിന് 3 ഭാഗങ്ങളുണ്ട്. ചിരട്ട കുക്കറിൽ തന്നെ പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിരട്ടയിലേക്ക് ആവി വന്നു. ഇനി നമുക്കതിലേക്ക് പൊടിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ചക്കപ്പഴം നമുക്ക് ആ പൊടിയായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി ചെയ്യാനുള്ളത് തേങ്ങ ഇട്ടിരിക്കുന്ന ആ ചിരട്ടയിലേക്ക് നമ്മൾ പൊടി വാരിയിടുന്നു. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടി ഒരു ചിരട്ടയ്ക്കുള്ള പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുക്കറിലേക്കൊന്ന് വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ അത് അവിടെ നിന്ന് വേകട്ടെ. ഈ സമയം തന്നെ ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി അപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചായയും റെഡിയായി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇതുപോലെ നല്ല ചൂട് ചായ കടുപ്പത്തിൽ കുടിക്കുക. വാവ്, ഒരു സുഖമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഏവീസ് പുട്ടുപൊടിയിലേക്ക് ആവീസ് വന്നിട്ടുണ്ട്. നമുക്ക് കൈ പൊള്ളാതെ ഒന്ന് എടുക്കാം. അങ്ങനെ ഇതാ പാത്രത്തിലേക്ക് ഇടാനായിട്ട് പോവുകയാണ്. യെസ്, അപ്പോൾ ഓർക്കുക, നല്ല ഇൻപുട്ട് കൊടുത്തെങ്കിലേ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ നല്ല പുട്ട് റെഡിയായിരിക്കുന്നു. അപ്പോൾ നമുക്ക് കഴിച്ചാലോ ഗെയ്സ്? യെസ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചക്കപ്പഴ ചിരട്ട പുട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.